അല്ല, ഞാൻ അള്ളാഹു എവിടെയാന്ന് ചോദിക്കുന്നു. അതേപോലെ പറയണം, അള്ളാഹുവിന്റെ സിഫത്തായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എന്ത് ആകാശത്തുള്ളവൻ എന്ന്. അപ്പൊ അള്ളാഹു എവിടെ, അതിന് മറുപടി വേണം. അത് അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് ആകാശത്തുള്ളവൻ എന്ന് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് പറഞ്ഞല്ലോ. അല്ല, അപ്പൊ അള്ളാഹു ആകാശത്താണ്. അതെ, ഉസ്താദിന്റെ വിശ്വാസപ്രകാരം അള്ളാഹു ആകാശത്താണ്. അതെ, ഞാൻ അങ്ങനെ ഉറപ്പിച്ചോട്ടെ. അതെ. കാല അവർ ഇങ്ങനെ പറയുന്നവരും കാഫറാവും. എന്ത് അള്ളാഹു താല ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി കാഫിറാണ്. എന്നിട്ട് ഇവിടെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അറാദ ബിഹിൽ മക്കാൻ തക്ഫൂർ, അതായത് ഈ വ്യക്തി ഇതുകൊണ്ടൊരു മക്കാനിനെ ഇറാദത്ത് വെക്കുകയാണെങ്കിൽ, മക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ ഇൽമുൽ പണ്ഡിതന്മാർ ഇസ്തിലാഹിൽ, വിശ്വാസശാസ്ത്രജ്ഞന്മാർ ഇസ്തിലാഹിൽ ജിസ്മ് മഷ്ഗൂലാവുന്ന സ്ഥലത്തിനാണ് മക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കാൻ എന്നുള്ള വ്യക്തമായി ഇറാദത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാഫറാണ്. അപ്പോൾ ഇല്ലം യക്കുലുഹു നിയത്തുൻ ബി കുഫ്രിൻ ഐന്ദ അക്സർ. അപ്പോൾ ഇനി അങ്ങനെ ഒരു നീയത്ത് അയാൾക്ക് ഇല്ലാന്ന് നോക്കുക. അങ്ങനെ മക്കാൻ എന്നുള്ള നീയത്തൊന്നും വെച്ച്, പക്ഷെ അള്ളാഹ് ആകാശത്തിലാന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് ദിശ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അള്ളാഹ് എന്തില്ല, ഒരു മക്കാനിൽ അവിടെ ഒരു മക്കാനുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷേ ആകാശത്തിലാണ് എന്നുള്ളത് അള്ളാഹ്ക്ക് ദിശ സ്ഥിരപ്പെടുത്തുന്നത്. അങ്ങനത്തെ ആളുകളാണെങ്കിലും അക്സരിയത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ നിലപാട് അവർ കാഫിറാണെന്നുള്ളതാണ്. വഹു അസ്വഹു അലേഹിൽ ഫത്വ, അതാണ് അസ്വഹായ അഭിപ്രായം. അതിലാണ് ഫത്വ കൊടുക്കുന്നത് ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പോൾ എത്ര വലിയ ഗൗരവമാണത്.